ഞാൻ പണ്ട് മുതലേ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാർഡ് ഓപ്ഷനാണ് കേട്ടോ ഓർക്കാറ്. സംഭവം ഞാൻ ഇതുവരെ ഗിഫ്റ്റ് കൊടുത്തതിൽ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഹാൻഡ് മെയ്ഡ് ആയിരിക്കും. പുറത്തുനിന്ന് വാങ്ങിച്ച് ഞാൻ ഇതുവരെ കാർഡ് കൊടുത്തിട്ടുമില്ല, എനിക്ക് കിട്ടിയിട്ടുമില്ല കേട്ടോ. പണ്ടൊക്കെ ക്രിസ്മസിനും ഇങ്ങനെ ബർത്ത്ഡേ കാർഡൊക്കെ കാണുമ്പോൾ എനിക്കും വേണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, വാങ്ങിച്ചിട്ടില്ല, ആരും എനിക്ക് വാങ്ങിച്ച് തന്നിട്ടുമില്ല. പക്ഷേ ഞാനെന്താ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കുന്നത് വലിയ ഭംഗിയൊന്നും കാണത്തില്ല, കാരണം എനിക്ക് വരക്കാനുള്ള കഴിവൊക്കെ കുറവാണ്. എങ്കിലും എനിക്കതിൽ ഈ കോട്ട്സൊക്കെ ഇല്ലേ, ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കോട്ട്സ്, മോട്ടിവേഷണൽ കോട്ട്സ്, അങ്ങനത്തെയൊക്കെ സംഭവം എനിക്ക് പണ്ട് മുതലേ എന്തോ ഒരു ഇഷ്ടമാണ്. പണ്ട് മുതലേന്ന് പറയാൻ പറ്റില്ല, ഈ അടുത്താണ് അങ്ങനത്തെ കൂടുതലും കണ്ടുവന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായത് ഇതൊക്കെ എനിക്കിങ്ങനെ ഇഷ്ടമാണെന്ന്, ഇങ്ങനെ കോട്ട്സൊക്കെ എഴുതിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ കാർഡിൽ ഡിസൈൻസിനേലും കൂടുതൽ കോട്ട്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെ ഫ്ലവർ പോപ്പ് കാർഡാണ് ഞാൻ ദേ ഉണ്ടാക്കിയത്. ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സ് വിരിഞ്ഞ് വരും, അതാ സംഭവം. ഫ്ലവേഴ്സ് കൂടുതലുണ്ടെങ്കിൽ കാണാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവേ. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഫ്ലവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല ഭംഗിക്ക് ഉണ്ടാക്കണേ.